കഴിഞ്ഞൊരു വീഡിയോയിൽ റൈറ്റിങ്സ് എങ്ങനെയാണ് എഴുതുകയെന്ന് നമ്മൾ നോക്കി. ഇനി ആ റൈറ്റിങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് ഇമേജോട് കൂടിയിട്ട് ഒരു വീഡിയോയിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ അടുത്ത് പിൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഇമേജസ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി പിൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള കാർട്ടൂൺ ഇമേജസോ അല്ലെങ്കിൽ റിയൽ ഇമേജസോ ഏത് തരത്തിലുള്ള ഇമേജാണ് വേണ്ടിച്ചെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. അല്ല നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു പിക്ചറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ പിക്സാർട്ടില്ലേ, പിക്സാർട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് വേണ്ട സൈസിലൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം അവിടെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കളഞ്ഞു തരും കേട്ടോ. അതുപോലെ നമുക്ക് ആ ഒരു വീഡിയോയിൽ എത്രത്തോളം ഇമേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളഞ്ഞു വെക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പിക്സാർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇൻഷോട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇൻഷോട്ടിലാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഇൻഷോട്ട് എന്നുള്ള എഴുത്ത് കളയണമെങ്കിൽ ആ ഇൻറ്റോ നമ്പത്തി കഴിഞ്ഞാൽ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള എഴുത്തൊന്ന് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കറിൽ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ആ ഒരു ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട റൈറ്റിങ്സ്, നമ്മൾ ആ റൈറ്റിങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ പിക്സാർട്ടിൽ നേരത്തെ കണ്ട പോലെ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോവും. അല്ല ഇൻഫിനിറ്റ് പെയിൻറ്ററിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇമേജുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇൻഷോട്ടിൽ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഈ ഒരു പ്ലസ് പോയിൻ്റ് ഇല്ലേ, ആ പ്ലസ് പോയിൻറ്റിൻ്റെ തൊട്ടൊരു ഇമേജ് കാണുന്നത് നിങ്ങൾ കണ്ടോ, അതെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് വീഡിയോയുടെ മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ലെങ്ത്തിലേക്ക് ആക്കി കൊടുക്കാം. എത്ര ഭാഗത്താണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അവിടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതുകൂടാണ്ട് ഇൻഷോട്ടിൽ തന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അവർ തരും. ഫ്ലവേഴ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഇൻഷോട്ടും നമുക്ക് തരും കേട്ടോ. അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഫോട്ടോസൊക്കെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇതുപോലെയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിൽ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് ഇൻഷോട്ടിൽ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്ലസ് പോയിൻറ്റിൻ്റെ തൊട്ടുള്ള സംഭവം കേട്ടോ, അതാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഷോട്ടിലും നമുക്കിതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് നമുക്ക് ഇൻഷോട്ടിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൽ പറയണത്. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കറിയുന്ന പോലെ ക്ലിയർ ചെയ്യാം കേട്ടോ.